സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 75 ദിവസം 75 ഇംഗ്ലീഷ് ക്ലാസ്സുകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അതിനകത്തെ 11ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ്. അവനവിടെ പോകാറുണ്ട്, അവനവിടെ പോകാറില്ലേ, അവനവിടെ പോകാറുണ്ടായിരുന്നോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെൻസ് എന്താണ്, അല്ലെങ്കിൽ ഏത് ടാഗ് ക്വസ്റ്റ്യൻ ആണോ, ഇങ്ങനത്തെ പല പല സംശയങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അതെങ്ങനെ പറയാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച ഒരെണ്ണമെങ്കിലും കമൻറ്റിൽ എഴുതുക, നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അവിടെ പോകാറും. ഇതൊരു ശീലത്തെ പറ്റിയാണ് പറയുന്നത്. ശീലത്തെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഏത് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം അവൻ അവിടെ പോകാറുണ്ട് എന്നെങ്ങനെ. ഹീ ഗോസ് ദേ. അപ്പോൾ ഹീ ഗോസ് ദ 4ാമത്തെ പാഠത്തിൽ പഠിച്ച സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീ വന്നത് കൊണ്ടാണ് ഗോസ് വന്നത്. അപ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട് എന്നുള്ളത് തന്നെ എങ്ങനെ പറയും? ഐ ഗോ ദർ. ദേ ആണെങ്കിലോ ദേ ഗോ ദർ, അല്ലേ? ഇനി നമുക്ക് അവൻ അവിടെ പോകാറുണ്ടോ, ഇത് നമ്മളൊരു സംശയമായിട്ട് ചോദിക്കുകയാണ്, അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആണ് യഥാർത്ഥത്തിൽ. ഇതെങ്ങനെ ചോദിക്കാം? വളരെ സിമ്പിളായിട്ട് പഠിച്ചാണ്. V1 = ഡസ് പ്ലസ് V1 എന്ന് നമ്മൾ പഠിച്ചാണ്. ആ ഡസിനെ എടുത്ത് നമ്മൾ മുന്നോട്ടുന്നു. ഡസ് ഹി ഗോ ദേ എന്ന് പറഞ്ഞാൽ അവരവിടെ പോകാറുണ്ടോ. ഇനിയിപ്പോഴും അവരവിടെ പോകാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു ദേ ഗോ ദർ, അല്ലേ? എന്തുകൊണ്ടാണ് ദേ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഡു വന്നത്. ഇനി അവനവിടെ പോകാറില്ലേ എന്നെങ്ങനെ? ഡസൻറ്റ് ഹി ഗോ ദർ. ഓക്കെ, എന്താണ് അവനവിടെ പോകാറില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോഴെന്തോരും? ഡസൻറ്റ് ഹി ഗോ ദർ. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അല്ലേ? അവൻ അവിടെ പോകാറുണ്ടല്ലേ. ഇവിടെ ഈ അല്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്താണെന്ന് ഞാൻ അല്ലേ എന്നുള്ളൊരു ടൈറ്റിൽ വെച്ചൊരു വീഡിയോ ഇട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, അത് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗാണ് അല്ലേ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ളത് 134ാമത്തെ ചാപ്റ്ററിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഹീ ഗോസ് ദ ഡസൻറ്റ് ഹി. അപ്പോൾ ടാഗ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സംഭവം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പോസിറ്റീവ് സെൻറ്റൻസ് ആണ് നെഗറ്റീവ് ചോദിക്കും, അല്ലേ? അല്ലേ എന്ന് ചോദിക്കും. ഹീ ഗോസ് ദ. അപ്പം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ 134ാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ ക്ലിയർ. അവൻ അവിടെ പോകാറില്ല, അല്ലേ? അതെങ്ങനെ ചോദിക്കും? ഹീ ഡസൻ ഗോ ദ. ഡസ് ഹി. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇനി അവൻ അവിടെ പോകാറുണ്ടായിരുന്നു, അതെങ്ങനെ പറയും? അതൊരു ശീലമായിരുന്നു. എപ്പോഴത്തെ ശീലമാണ്? ഇപ്പോഴത്തെ ശീലമല്ല, പണ്ടത്തെ ശീലമായിരുന്നു. പണ്ടത്തെ ശീലം പറയുന്നതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. അത് യൂസ് ടു ആണ് ഉപയോഗിക്കുന്നത്. യൂസ് ടു നമ്മൾ പാഠം 58ലും പാഠം 221ലും നമ്മൾ പഠിച്ചാണ്. ഹി യൂസ് ടു ഗോ ദർ. അവൻ അവിടെ പോകാറുണ്ടായിരുന്നു. ഇപ്പൊ പോകാറില്ല. അവനവിടെ പോകാറില്ലായിരുന്നു. ഇപ്പോഴും അതെന്താണ്? അത് പണ്ടൊരു ശീലം അങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? ഹി didn't used to go there. ശ്രദ്ധിക്കുക, he didn't used to go there. അതെന്താണ്? ആ യൂസ് ടുവിനെ പിരിച്ചെഴുതാണ്. he didn't used to go there. അവൻ അവിടെ പോകാറില്ലായിരുന്നു. അതെങ്ങനെ ചോദിക്കും? didn't you used to go there. നീ അവിടെ പോകാറില്ലായിരുന്നു. ഇനി അവനാണെങ്കിലോ didn't he used to go there. ഈ ആണെങ്കിലോ യു ആണെങ്കിലോ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനത്തെ ഇത് ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നമ്മളിതൊക്കെ പഠിച്ചതുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനിയിപ്പോഴേ അവൻ അവിടെ പോകാറില്ല എന്നെങ്ങനെ പറയും? ഇത് നമ്മൾ ആദ്യം പഠിച്ചതാണ്, അല്ലേ? ഇതെന്താണ്? ഒരു ശീലം അങ്ങനെ ഇല്ല എന്ന് പറയണം. അപ്പോൾ അതെന്തിനാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെ പറയാൻ പറ്റും? ഹി ഡസൻറ്റ് ഗോ ദെയർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഉത്തരം തരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. Thank you very much for watching and God bless you.